മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ കിട്ടിയത് നടനും രാഷ്ട്രീയ നേതാവുമായ DMDK നേതാവുമായ തമിഴ് നടൻ വിജയകാന്ത് അന്തരിച്ചു. അന്ത്യം ഇന്ന് രാവിലെ ചെന്നൈയിലായിരുന്നു സംഭവിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു വിജയകാന്ത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KC ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. KC, എന്തൊക്കെയാണ് വിജയകാന്ത് മരിക്കുമ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ ഉണ്ടായിരുന്നത്? കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. അജിംഷാദ്, തീർച്ചയായും കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് മരണപ്പെട്ടു എന്ന ഒരു വിവരം ആശുപത്രി അധികൃതർ പുറത്തുവിടുകയായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നിട്ട് ചികിത്സയിൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് തിരികെ പോയിരുന്നെങ്കിൽ പോലും വീണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഈ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചത്. അപ്പോൾ ആശുപത്രി അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബുള്ളറ്റിൻ പുറത്തുവിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിയിച്ചത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. രാവിലെ 9 മണിയോടെയാണ് ആശുപത്രി അധികൃതർ ഈ വിയോഗ വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 80കളിലും 90കളിലും എല്ലാം തന്നെ തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ വിജയകാന്ത് എന്ന അതുല്യ നടനാണ് വിടവാങ്ങിയിരിക്കുന്നത്. തമിഴിലെ ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് തന്നെ ഉയർന്ന ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിലും വളരെ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് വിജയകാന്ത്. DMDK എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ച് സഖ്യത്തിൽ ചേർന്ന് മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് വരെ ആയ ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ രാഷ്ട്രീയ രംഗത്തും കഴിവ് തെളിയിച്ച ഒരാളാണ് വിജയകാന്താണ് വിടവാങ്ങിയിരിക്കുന്നത്. 2005 സെപ്റ്റംബർ 14 അദ്ദേഹം ദേശീയ മുൻപോക്ക് ദ്രാവിഡ ഘടകം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത്. തുടർന്ന് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രം അന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2011 AADMKയുമായി സഖ്യമുണ്ടാക്കി DMDK 40 സീറ്റുകളിൽ മത്സരിച്ചതിൽ 29 എണ്ണത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം. 2011 മുതൽ 2016 വരെ അദ്ദേഹം അവിടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. എന്തായാലും സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഈ 70കളിലും 80കളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ തീർച്ചയായും ഒരു തമിഴകത്തിന്റെ തനി സൗന്ദര്യം എന്ന നിലയിലാണ് വിജയകാന്തിനെ ആദ്യം അടയാളപ്പെടുത്തിയിരുന്നത്. പിന്നീട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ തമിഴ് സിനിമാ ലോകത്തും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തും ഒക്കെ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ DMDK പ്രതീക്ഷിച്ചതുപോലൊരു വിജയമോ ഒന്നും നടത്താനായില്ല. അതിൻ്റെ നിരാശ കൂടി അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നേരിടേണ്ടി വരുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായി. എന്നിരുന്നാലും വലിയൊരു പ്രസൻസ് ആയിരുന്നു തമിഴ് സാംസ്കാരിക മേഖലയിലും സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ വലിയ പ്രസൻസ് തന്നെയായിരുന്നു വിജയകാന്ത്. KC ഉണ്ണി, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ 1979 എനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൊരു വില്ലനായി വന്ന ആളാണ് വിജയകാന്ത്. വില്ലനായാണ് അദ്ദേഹം സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കരിയർ ആരംഭിക്കുന്നത്. എനിക്കും ഇളമൈ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. 81 പുറത്തിറങ്ങിയ സട്ടമൊരു ഇരുട്ടേറെയാണ് നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പ്രസക്തി നേടിക്കൊടുത്ത ഒരു സിനിമ. തുടർന്ന് അദ്ദേഹത്തിന് വാണിജ്യ മൂല്യമുള്ള ഒരു നടനായി തന്നെ അദ്ദേഹം ആ സിനിമയിലൂടെ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. കൂടാതെ സിവപ്പ് മല്ലി, ജാതിക്കൊരു നീതി തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമയായി മാറി. കൂടാതെ ഈ ഒരു പോസിറ്റീവ് കഥാപാത്രങ്ങളെല്ലാം തന്നെ തുടർച്ചയായി വരുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനസ്വീകാര്യത ഏറുന്നതിന് കാരണമായി എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും തുടർന്ന് ആക്ഷനും പ്രണയരംഗം എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തമിഴകത്ത് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് തന്നെ വന്ന ഒരാൾ തന്നെയാണ് വിജയകാന്ത് എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 100ാമത് നാൾ, വൈദേഹി, കാത്തിരുന്നാൾ തുടങ്ങി സൂപ്പർ ഹിറ്റുകളടക്കം 1984 അദ്ദേഹത്തിൻ്റെ 18 സിനിമകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. ഒരു വർഷം 18 സിനിമകൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങി. അതിലെല്ലാം വമ്പൻ ഹിറ്റുകളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന DMDK നേതാവ് കൂടിയായ നടൻ വിജയകാന്ത് അന്തരിച്ചിരിക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഈ വീരപ്പനെ പിടികൂടുന്ന അല്ലെങ്കിൽ വീരപ്പൻ്റെ സിനിമകൾ എന്ന് പറയുന്ന പല വിധത്തിലും സിനിമകൾ ചെയ്ത് തമിഴ്നാട്ടിൽ അങ്ങനെ കൂടി ജനപ്രീതി നേടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവേശനമൊക്കെ നടത്തുന്നത്. ഈ ക്യാപ്റ്റൻ എന്നാണ് പൊതുവിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്.
തീർച്ചയായും ഈ 80കളിലും 90കളിലും എല്ലാം തന്നെ ഈ സിനിമകളിൽ ഹിറ്റുകളൊക്കെ സമ്മാനിക്കുന്നു. അതിൽ തുടർന്ന് ഈ തമിഴ് ജനത അദ്ദേഹത്തിന് നൽകിയ ഒരു വിശേഷണമാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ആ ക്യാപ്റ്റൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം DMDK എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നത് 2005 സെപ്റ്റംബറിലാണ്. 2005 ഇത്തരത്തിൽ ഒരു ദേശീയ മുൻപോക്ക് ദ്രാവിഡ ഘടകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തുടർന്ന് മത്സരിക്കുന്നത്. 234 സീറ്റുകൾ മത്സരിച്ചെങ്കിലും അന്ന് അദ്ദേഹത്തിന് മാത്രമാണ് അവിടെ ജയിക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ 2011 AIADMKയുമായി ചേർന്നിട്ട് സഖ്യമുണ്ടാക്കി അവിടെ 40 സീറ്റുകളിൽ മത്സരിച്ച് 23 സീറ്റുകളിൽ അവർക്ക് ജയിക്കാനായി കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 2006 വലിയൊരു പരാജയം പാർട്ടിക്ക് നേരിട്ടെങ്കിൽ പോലും പിന്നീട് 2011 തിരിച്ചു വന്ന 29 സീറ്റുകളിൽ വിജയകാന്തിൻ്റെ പാർട്ടി ജയിക്കുന്നൊരു സാഹചര്യം. 2011 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതൃത്വം അദ്ദേഹം വഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ കാര്യങ്ങൾ നോക്കുകയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ DMDKയുടെ ഒരു യോഗമെല്ലാം ചേരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും തമിഴകത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. തമിഴകത്തിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അജിംഷാദ്. ശരി, ഉണ്ണികൃഷ്ണനാണ്, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. പ്രശസ്ത നടനും DMDK നേതാവുമായ ക്യാപ്റ്റൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന വിജയകാന്ത് തമിഴ് നടൻ അന്തരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ചെന്നൈയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിച്ചേറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം തമിഴ് രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണെന്ന് MK സ്റ്റാലിൻ അടക്കമുള്ളവരുടെ അനുശോചനം കൂടി എത്തുന്നുണ്ട്. ഇതിൻ്റെ വിവരങ്ങളാണ് KC ഉണ്ണി നൽകിയത്. മറ്റു വാർത്ത